എന്ന് പറഞ്ഞാൽ കപ്പയും ഈ ഉള്ളിയും മുളകൊക്കെ ഉടച്ചതാണ്, പിന്നെ കട്ടൻ തേയില. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലത്തെ മട്ടൺ ഈറ്റിംഗ് ഡേ ആണ്. ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് വന്നതിന് ശേഷം ഏകദേശം 1 മണിയായിട്ടുണ്ട്. കഞ്ഞിവെള്ളവും കുടിച്ച് നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ നല്ല ചൂട് കഞ്ഞിവെള്ളവും രാവിലെ കഴിച്ചിട്ട് പോയല്ലേ, അപ്പോൾ വിശക്കണം. 1 മണി ആയതുകൊണ്ട് ഓറിയോ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, ഓറിയോ ബിസ്ക്കറ്റും കഴിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇപ്പം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ 1 മണിക്കൂർ മുമ്പേ ഓറിയോ ബിസ്ക്കറ്റും 1 ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്ന ഉച്ചത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ പയർ വിഴുക്കുവരട്ടി. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് പയർ വിഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്, ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് പറയണം. മുട്ടക്കറി, ചോറ്, വീട്ടിലിട്ട നാരങ്ങ അച്ചാർ. അപ്പോൾ ഇതാണ്. പിന്നെ ചൂട് കഞ്ഞിവെള്ളം. 2 മണിയായിട്ടുണ്ട്. ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറ്, പയർ വിഴുക്കുവരട്ടി, മുട്ടക്കറി, പിന്നെ വീട്ടിലിട്ട നാരങ്ങ അച്ചാർ. ഇന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, കാരണം നാളെ ഈദൊക്കെ ആയതുകൊണ്ട് മീനൊന്നും അങ്ങനെ മീൻകാരന്മാരൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഉണക്കമീൻ ഞങ്ങളിപ്പോൾ അധികം കഴിക്കാറില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വെക്കാറ്, അങ്ങനെയുള്ള ദിവസങ്ങളിലായിട്ട്, മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ. ചോറും പിന്നെ ഉച്ചയ്ക്ക് മുട്ടക്കറി വെച്ചായിരുന്നല്ലോ, മുട്ടക്കറി, പിന്നെ നാരങ്ങ അച്ചാർ, പയർ വിഴുക്കുവരട്ടി, പിന്നെ മീൻ കറി എടുത്തിട്ടില്ല, മീൻ പൊരിച്ചത് എടുത്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തട്ടിയെത്താൻ പോവുകയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല വിശക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വിശക്കുമോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ വിശപ്പുണ്ടാവും. അമ്മ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന മീൻ കൊഴിയാള മീനാണ്. നാളെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മീനൊക്കെ കൊണ്ടുവന്നായിരുന്നു. നാളെ കച്ചവടം ചെയ്യത്തില്ലല്ലോ, കൂടുതൽ മുസ്ലിംസാണ് ചെയ്യാറ്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ മുസ്ലിംസാണ് മീൻ കച്ചവടമൊക്കെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിംസും ചെയ്യാറുണ്ട്, ക്രിസ്ത്യാനികളും ചെയ്യാറുണ്ട് കേട്ടോ, കടപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇവിടെ കൂടുതലും കൊണ്ടുവരുന്ന മുസ്ലിംസാണ്. അതുകൊണ്ട് നാളെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നാളെ കച്ചവടം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മീനൊക്കെ കൊണ്ടുവന്നായിരുന്നു. നല്ല രീതിയിൽ മീനുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. സന്ധ്യയ്ക്ക് ഇനി കട്ടൻ തേയിലയും കുടിക്കാൻ പോവുകയാണ്. കട്ടൻ തേയിലയും പിന്നെ മധുരസ്യ അങ്ങനെ എന്തൊരു ഐറ്റം ഉണ്ടല്ലോ, അതും പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച ഓറിയോ ബിസ്ക്കറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടൻ തേയില കുടിക്കാൻ പോവുകയാണ് ഗൈസ്.
അപ്പോൾ ഇതാണ് സൺഡേക്ക് ഇതാ ഇപ്പോൾ ഇനി ചായ കട്ടൻ തേയിലയും ഓറിയോ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് മധുരസയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഐറ്റമാണ്, മടക്സ അങ്ങനെ എന്തോ ആണ്. മടക്സ ഇരിപ്പുണ്ട്. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കണം. ഇടയ്ക്ക് ചോദിച്ച അമ്മ എന്നെ ഇങ്ങനെ വീഡിയോ എടുക്കണ നോക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മധുരസ, മടക്സ. അമ്മയ്ക്കും കൂടെ കട്ടൻ തേയില ഇട്ട് കൊടുക്കട്ടെ. ഓരോ ബിസ്ക്കറ്റ് വേണോ? ഏകദേശം 11:30 ആയിട്ടുണ്ട്. കടയിൽ കടച്ചിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടാറ്റ, ബൈ ബൈ.